Hello friends, welcome back to Comji Tutor. Commerce and Management in paper 2 in the revision statistics in a portion another. Up in the number chain the PYQ previous year question papers and questions discussing another. Up June 2020 questions are discussing statistics in a full portion illa. Videos uploaded other related the correlation, regression, probability and theory, distributions. Other questions are discussing. അപ്പോൾ ജൂൺ 2020 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 2020 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ആബ്സല്യൂട്ട് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. അതിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മൾ സ്കൂൾ ഡേയ്സിലൊക്കെ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്നതാണ് ഈ മാച്ച് ദ ഫോളോയിങ്. പക്ഷെ അത്ര ഹാപ്പിനെസ് നെറ്റ് നമുക്ക് തരില്ല, എങ്കിലും കമ്പാരിറ്റീവ്ലി ഈസി തന്നെയാണ് ഈ മാച്ച് ദ ഫോളോയിങ് എന്ന്. 2-3 ഓപ്ഷൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ആബ്സല്യൂട്ട് ഡീവിയേഷൻ, വേരിയേഷൻ. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ മീൻ ആബ്സല്യൂട്ട് ഡീവിയേഷൻ എന്നുള്ളത് തന്നിട്ടുണ്ട്. മീൻ ഡീവിയേഷന്റെ മറ്റൊരു പേരാണ് മീൻ ആബ്സല്യൂട്ട് ഡീവിയേഷൻ. അപ്പൊ അതിന്റെ ഓപ്ഷൻ ഇവിടെ ചോയ്സ് ആയിട്ട് തന്നിട്ടുണ്ട് മീൻ ആബ്സല്യൂട്ട് ഡീവിയേഷൻ. അപ്പൊ അത് നമുക്ക് മാച്ച് ചെയ്യാം. C2 മാച്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ റേഞ്ച് എല്ലാവർക്കും അറിയുണ്ടാവും. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് H-L ഡിവൈഡഡ് ബൈ H+L. ക്വാർട്ടർ ഡീവിയേഷൻ Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. അതുപോലെ തന്നെ വേരിയേഷൻ മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അത് σ/x × 100. അത് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ A4, B3, C2, D1 ആണ്. അപ്പൊ ഇതിൽ നമ്മള് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ രണ്ട് തരത്തിലുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നത് ആബ്സല്യൂട്ട് മെഷറും ഉണ്ട്, അതുപോലെ തന്നെ റിലേറ്റീവ് മെഷറും ഉണ്ട്. ആബ്സല്യൂട്ട് മെഷർ എന്ന് പറഞ്ഞാൽ ഡാറ്റയെന്ന് ഡയറക്റ്റ് ആയിട്ട് അതിന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ആബ്സല്യൂട്ട് മെഷർ. അതായത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ആബ്സല്യൂട്ട് ഡീവിയേഷൻ എന്ന്. റിലേറ്റീവ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ അബ്സല്യൂട്ട് ഡാറ്റയിൽ നിന്ന് അബ്സല്യൂട്ട് മെഷർ നടത്തിയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് വീണ്ടും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർമെന്റ് നടത്തുന്നതാണ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഈ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ അത് റിലേറ്റീവ് മെഷർ ആണ്. മറ്റേത് ഡയറക്റ്റ് ആയിട്ട് റേഞ്ചും ക്വാർട്ടർ ഡിവിഷനും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അത് അബ്സല്യൂട്ട് മെഷർ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The calculating arithmetic mean for a grouped data set assumptions are. Arithmetic mean grouped data arithmetic mean calculate ചെയ്യുമ്പോൾ അതിന്റെ assumptions എന്തൊക്കെയാണ്? The class intervals must be closed. ക്ലാസ് ഇന്റർവൽസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദ വിഡ്ത്ത് ഓഫ് ദ ഈച്ച് ക്ലാസ് ഇന്റർവൽ ഷുഡ് ബി ഈക്വൽ. എല്ലാ ക്ലാസ് ഇന്റർവലും ഈക്വൽ ആയിരിക്കും. ദ മിഡ് വാല്യൂ ഓഫ് ദ ഈച്ച് ക്ലാസ് ഇന്റർവൽ മസ്റ്റ് റെപ്രസെന്റ് ദ ആവറേജ് ഓഫ് ഓൾ വാല്യൂസ് ഇൻ ദാറ്റ് ക്ലാസ്. മിഡ് വാല്യൂ എല്ലാറ്റിന്റെയും ആവറേജ് ആയിരിക്കും. എല്ലാ ക്ലാസിന്റെയും മിഡ് വാല്യൂ ആവറേജ് ആയിരിക്കും. ഓൾ വാല്യൂസ് ഓഫ് ഒബ്സർവേഷൻ കനോട്ട് ബി ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. എല്ലാ വാല്യൂസ് ഓഫ് ഒബ്സർവേഷൻ കനോട്ട് ബി ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. കനോട്ട് ബി ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഫസ്റ്റ് 1, 2, 3 കറക്റ്റ് ആണ്. 4th മാത്രമാണ് റോങ് ആയിട്ടുള്ള ആൻസർ, റോങ് ആയിട്ടുള്ള അസംഷൻ തന്നിട്ടുള്ളത്. അപ്പൊ 1, 2, 3 എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ ഓപ്ഷൻ ചോയ്സ് തന്നിട്ടില്ല ഞാന്. അപ്പൊ അവര് ഇങ്ങനെ നമുക്ക് A എന്ന് പറയുന്നത് 1, 2, 3 ശരിയാണെന്നുള്ളത്, B എന്ന് പറയുന്നത് 2, 3, 4 അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും 1, 2, 3 വരുന്ന ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി ജൂൺ 2020 നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ 2-3 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതായത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിന്റെ പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് ഞാൻ ആ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ പുറകെ തന്നെ അതും കൂടി ഞാൻ ആ ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി December 2018 ഞാൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. There are m number of favorable cases to event A and n are unfavorable cases. Both are equally likely and mutually exclusive. The probability of occurring the event A is P of A is equal to m by m plus n. This formula corresponds to which one of the following approaches to the probability. Probability different approaches probability theory വീഡിയോയിലുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. m number of favorable cases ഇവന്റ് എയിലുള്ളത് ആൻഡ് n എന്ന അൺഫേവറബിൾ കേസസും. എപ്പോഴും ഫേവറബിളും അൺഫേവറബിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ കേസസ് വരും, അതായത് സാമ്പിൾ സൈസ് വരും. അപ്പൊ ഇവിടെ ഈക്വലി ലൈക്ലി ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ദ പ്രോബബിലിറ്റി ഓക്കറിംഗ് ഇവന്റ് എ P of A is equal to m by m plus n. m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ആണ്. നമുക്ക് സാധാരണ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ക്ലാസിക്കൽ അപ്രോച്ച് അനുസരിച്ച് ക്ലാസിക്കൽ പ്രോബബിലിറ്റിയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാല്
എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. ഇവിടെ എസിന് പകരം ഒരു തന്നിരിക്കുന്നത് ഫേവറബിളും അൺഫേവറബിളും കൂടി ആഡ് ചെയ്താണ്. ഫേവറബിളും അൺഫേവറബിളും കൂടി ആഡ് ചെയ്ത് തന്നെയാണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ പി ഓഫ് എ ബൈ പി ഓഫ് എ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഡിനോട്ട് ചെയ്തേക്കണു വേറൊരു ആൽഫബറ്റ് ചേർത്തിട്ട് ഡിനോട്ട് ചെയ്തേക്കണു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി ആണ്. ക്ലാസിക്കൽ അപ്രോച്ച്, സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്, സബ്ജക്റ്റീവ് അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്, 4 അപ്രോച്ചിനെ കുറിച്ച് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പ്രോബബിലിറ്റി തിയറിയുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലിസ്റ്റിക് അപ്രോച്ച് ആണ് സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, മോഡേൺ എന്ന് പറഞ്ഞാൽ ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇതിന്റെ ആൻസർ വരുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ദാറ്റ് എ ഈസ് 4 ആൻഡ് ബി ഈസ് 2 for particular estimating line with one independent variable. If the independent variable has a value of 5, what value should be expected for the dependent variable? ഇതിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ദാറ്റ് എ തന്നിട്ടുണ്ട്, ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. പെർട്ടിക്കുലർ എസ്റ്റിമേറ്റിംഗ് ലൈൻ വിത്ത് വൺ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഇഫ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഹാസ് വാല്യൂ 5, what is the should be expected to dependent variable? ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും വരുന്നതും എസ്റ്റിമേഷൻ വരുന്നതും റിഗ്രഷനിലാണ്. റിഗ്രഷനിൽ വരുന്ന ഒരു പ്രോബ്ലം ആണത്. റിഗ്രഷനിൽ നമുക്ക് കുറെ ഫോർമുലാസ്, ചെറിയ ഫോർമുലാസ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഷോർട്ട് ടൈമിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ഇതിൽ ചോദിക്കുള്ളൂ. 1.2 മിനിറ്റ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് റിഗ്രഷന്റെ ചെറിയ ഫോർമുലാസ് ഉണ്ട് കേട്ടോ. അത് ആ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറച്ചും കൂടി സിമ്പിൾ ആണ്. പർട്ടിക്കുലർ എസ്റ്റിമേറ്റിംഗ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? y is equal to a plus bx ആണ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇവിടെ എന്താ പറയണ്ടേ? y is equal to a plus bx, അതാണ് ലൈൻ എന്ന് പറയുന്ന ഫോർമുല. y എന്ന് പറയുന്നതാണ് ഡിപെൻഡന്റ് വേരിയബിൾ, x എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ്. എക്സിന്റെ വാല്യൂ തന്നിരുന്ന അതിന് ഡിപെൻഡ് ചെയ്ത് വേരിയബിൾ എത്രയായിരിക്കും? എയും ബിയും തന്നിട്ടുണ്ടായിരുന്നു. 4 plus 2 into 5. 5 ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 14 കിട്ടും. ഇതാണ് ഇതിൽ വന്നിട്ടുള്ള y is equal to a plus bx എന്ന് പറയുന്ന ഒരൊറ്റ ഫോർമുലയാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഈസി ആണ്. ഡിപെൻഡന്റും ഇൻഡിപെൻഡന്റും വരിക, അത് റിഗ്രഷനിലാണ് ആ ഫോർമുലാസും അതിന്റെ പ്രോബ്ലം വരുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് കോഡ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ബീങ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. നമുക്ക് വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, സെക്കൻഡ് കറക്റ്റ്, ഫസ്റ്റും സെക്കൻഡും കറക്റ്റ്, ബോത്ത് ആർ കറക്റ്റ്, അങ്ങനെയൊക്കെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് തരും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് അതിൽ ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. Statement 1. When P and Q are the equal in the binomial distribution, the shape of the distribution is perfectly symmetrical, irrespective of the size of the n. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ പിയും ക്യൂവും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. പിയും ക്യൂവും ഈക്വൽ ആയി കഴിഞ്ഞാൽ സക്സസും ഫെയിലിയറും ആണ് പിയും ക്യൂ എന്ന് പറയുന്നത്. ദ ഷേപ്പ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കർവ് വരച്ചു അതിന്റെ സെന്റർ കൂടെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈക്വൽ പാർട്ടായിട്ട്, അതായത് മിറർ ഇമേജ് വരുന്നതാണ് ഈ സിമെട്രിക്കൽ എന്ന് പറയുന്നത്. രണ്ടും ഈക്വൽ ആണെങ്കിൽ മിറർ ഇമേജ്, അത് ബൈനോമിയലായാലും ക്ലിയർ ആയിട്ട് വരും. അപ്പൊ അതാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2. ദ മീൻ ആൻഡ് ദ വേരിയൻസ് ഓഫ് ദ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആർ നോട്ട് ഈക്വൽ. നോട്ട് ഈക്വൽ അല്ല, മീനും വേരിയൻസും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഈക്വൽ ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ബീങ് കറക്റ്റ് ഓർ നോട്ട്. ഏതാണ്? ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 തന്നിരിക്കുന്നത് ദ പ്രൊബബിലിറ്റി ഓഫ് ദ ജോയിന്റ് ഒക്കറൻസ് ഓഫ് ദ ഇൻഡിപെൻഡന്റ് ഇവന്റ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ദ പ്രൊബബിലിറ്റി ഓഫ് ഇവന്റ് എ മൾട്ടിപ്ലൈഡ് ബൈ ദ പ്രൊബബിലിറ്റി ഓഫ് ഇവന്റ് ബി വൈസ വേഴ്സ. അപ്പൊ ഇതിൽ തന്നിട്ടുള്ളത് എന്താണ്? പ്രൊബബിലിറ്റി ഓഫ് ജോയിന്റ് ഒക്കറൻസ് ഓഫ് ദ ഇവന്റ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു probability of joint occurrence എന്ന് പറഞ്ഞാൽ P of A intersection B is equal to P of A into P of B ആണ്. അതിനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. probability of A multiplied by the probability of B വൈസ വേഴ്സ. അതായത് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ വരുന്നതാണ്. ഇൻഡിപെൻഡന്റ് ഇവന്റുകൾ ആണെങ്കിൽ എന്തായിരിക്കും? P of A intersection B എന്ന് പറയുന്നത് P of A into P of B ആയിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് 2. The probability of the joint occurrence of the independent event A and dependent event B is equal to the
probability of event A multiplied by the conditional probability of the event B when event A has occurred or vice versa. The probability of joint occurrence of the independent A and dependent event B, അതായത് P of A intersection B ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും ആണ്, ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് എ മൾട്ടിപ്ലൈഡ് ബൈ ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ബി when event A has occurred or vice versa. P of A into P of B given A ആണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ വരുന്നതാണ്. ഇത് ഡിപ്പെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ ഇതാണ് ഫോളോ ചെയ്യേണ്ടി വരിക, ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ മറ്റേതാണ് ഫോളോ ചെയ്യേണ്ടി വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആർ ട്രൂ? കോറിലേഷനും റിഗ്രഷനും ട്രൂ ആവുന്ന സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ആൻഡ് ഒറിജിൻ ആൻഡ് സ്കെയിൽ, അത് മാറുന്നതിനനുസരിച്ച് അതിന് ചേഞ്ചസ് വരും. ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ടു വേരിയബിൾ ഈസ് അരിത്തമെറ്റിക് ആവറേജ് ഓഫ് ദ ടു റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഒരിക്കലും അരിത്തമെറ്റിക് ആവറേജ് അല്ല നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പൊ ഇത് റോങ് ആണ്. The probable error of the coefficient of correlation is 0.6745 times of the standard error. ഇത് കറക്റ്റ് ആണ്. The coefficient of correlation multiplied by the ratio between the standard deviation of the two variable denote the slope of the regression line. അത് നമ്മൾ byx into bxy എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്തിട്ട് വരുന്നതാണ്. ഇതും കറക്റ്റ് ആണ്. അപ്പൊ അതിൽ അരിത്തമെറ്റിക് ആവറേജ് വരുന്നതാണ് അതിൽ റോങ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും കോറിലേഷനും റിഗ്രഷനും ട്രൂ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which one of the following probability distribution the mean and the value of the distribution is the sole parameter of the distribution? ഒറ്റ പാരാമീറ്റർ മാത്രം വരുന്ന ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസിനും കൊണ്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയിസൺ. അതിൽ സോൾ പാരാമീറ്റർ വരുന്നത് ഏതിനാണ്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരൊറ്റ പാരാമീറ്റർ മാത്രം ഉണ്ടാവുന്നത്, അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെസ്റ്റുകളാണ്, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റിങ്ങും ഹൈപ്പോത്തിസിസും, പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ PYQ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.